ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മാനസ മഹിയെ വിളിച്ചിട്ട് കൃഷിനെ വിളിച്ച് കിട്ടുന്നില്ല, ഒന്ന് ഫോൺ കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മഹി പറയാണ് കൃഷി ഒരു മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ കട്ട് ചെയ്യുമ്പോൾ മാനസിക്ക് സംശയം തോന്നിയിട്ട് അപ്പം തന്നെ അലിഗയിലെ സ്റ്റാഫായ ഹരിയെ വിളിക്കുകയാണ്. എന്നിട്ട് ഹരിയോട് പറയുന്നുണ്ട് മാനസ, ഹരി കൃഷിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഒരു അത്യാവശ്യമുണ്ടായിരുന്നോ, കൃഷി അവിടെ ഉണ്ടോ, ഒന്ന് ഫോൺ കൊടുക്കോ എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയാണ് കൃഷ് സാർ ഇവിടെ ഇല്ല മേഡം, ഇന്ന് സാറ് ഓഫീസിലേക്ക് വന്നിട്ടില്ല, അതുമാത്രമല്ല ഇപ്പോൾ മഹി സാറ് വന്നിട്ട് പറഞ്ഞിട്ട് പോയേ ഉള്ളൂ, കൃഷ് സാർ ഇല്ലാത്തതിനാൽ ഇന്നത്തെ മീറ്റിങ്ങുകളെല്ലാം മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ മാനസ ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട് എന്താ മേഡം, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാനസ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് മാനസ ആൻറ്റിയമ്മയോട് പറയുകയാണ് നമ്മളിവിടെ ഓരോ പ്ലാനുകളും പദ്ധതികളും എല്ലാം തീരുമാനിച്ചിട്ട് ഒരു കാര്യവുമില്ല ആൻറ്റിയമ്മേ, ദേഹം മിനുങ്ങാൻ ഔഷധപ്പാല് കുടിച്ചതും പനി വരാൻ സവാള വെച്ചതും എല്ലാം വെറുതെയാണ് ആൻറ്റിയമ്മേ, കൃഷി എന്തായാലും നമ്മൾ ഒരുക്കിയ വലയിൽ കുരുങ്ങില്ല, വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് മാനസ പറയുമ്പോൾ ആൻറ്റിയമ്മ മാനസയോട് നീ എന്താണെങ്കിലും തെളിച്ചു പറ മാനസ എന്ന് പറയുമ്പോൾ മാനസ പറയാണ് ഞാൻ എന്തായാലും ഓഫീസിലൊന്ന് പോയിട്ട് വരട്ടെ ആൻറ്റിയമ്മേ, എന്നിട്ടെല്ലാം വിശദമായി പറയാമെന്ന് പറഞ്ഞിട്ട് മാനസ പോവുകയാണ്. ആൻറ്റിയമ്മയ്ക്കാണെങ്കിൽ ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല. അതിനുശേഷം മഹിയുടെ അടുത്തേക്ക് ദേവ്ജി വരികയാണ്. മഹി ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ടിട്ട് ദേവ്ജി മഹിയോട് ചോദിക്കുകയാണ് എന്താ മഹി ഇങ്ങനെ ടെൻഷനായി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട് ഒന്നുമില്ല സാർ, ഇപ്പോൾ മാനസ വിളിച്ചിരുന്നോ, കൃഷിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോണൊന്ന് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു മീറ്റിങ്ങിലാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ദേവ്ജി പറയുന്നുണ്ട് അതിനിപ്പോൾ എന്താ, അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത് എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് പക്ഷെ മാനസ അത് വിശ്വസിച്ചോ എന്നറിയില്ല സാർ എന്ന് മഹി പറയുമ്പോൾ ദേവ്ജി പറയാണ് അതൊക്കെ അവര് വിശ്വസിച്ചോളും. പിന്നെ ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വന്നത്, കൃഷിനെ പുറത്തിറക്കാൻ നല്ലൊരു വക്കീലിനെ കിട്ടിയിട്ടുണ്ട്. വക്കീൽ ഇപ്പോൾ കോടതിയിലാണ്. ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ തന്നെ വക്കീൽ പോയിട്ട് കൃഷിനെ കാണുമെന്ന് പറയുമ്പോൾ മഹി ദേവ്ജിയോട് ചോദിക്കുകയാണ് അപ്പോൾ ഇന്നോ നാളെയായിട്ട് കൃഷിന് ജാമ്യം കിട്ടുമല്ലോ സാർ എന്ന് പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട് എന്തായാലും വക്കീൽ കോടതിയിൽ പോവട്ടെ, എന്നിട്ട് നമുക്ക് എന്താണെന്ന് അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഹരി വരുന്നത്. അപ്പോൾ മഹി ഹരിയോട് പറയുന്നുണ്ട് അതെ ഹരി, കൃഷിനെ അന്വേഷിച്ചിട്ട് സാഗർ സാറോ കൃഷിന്റെ കുടുംബത്തിലെ മറ്റാരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ കൃഷി ഒരു മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഹരി പറയാണ് അയ്യോ സാർ, ഒരു അബദ്ധം പറ്റിപ്പോയി, ഇപ്പൊ മാനസ മേഡം വിളിച്ചിരുന്നു, ഞാൻ പറഞ്ഞു സാർ ഇന്ന് ഓഫീസിലേക്ക് വന്നിട്ടില്ലെന്ന്, ഇനി എന്തു ചെയ്യുമെന്ന് പറയുമ്പോൾ മഹി ഹരിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. താൻ എന്ത് പണിയാ ചെയ്തത്, എല്ലാം നശിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന സമയത്ത് ദേവ്ജി മഹിയോട് പറയാണ് മഹി എന്തിനാണ് ഹരിയോട് ദേഷ്യപ്പെടുന്നത്, ഹരിക്ക് ഈ അവസ്ഥയൊന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ മഹി ഹരിയോട് സോറി പറയാണ്. അതിനുശേഷം ദേവ്ജി ഹരിയോട് പറയാണ് ചില പേഴ്സണൽ പ്രോബ്ലംസ് കാരണം കൊണ്ട് കൃഷ് 2 ദിവസം ഓഫീസിൽ ഉണ്ടാവില്ല, എന്നാൽ അതൊന്നും ഇവിടെ ആരും അറിയിക്കരുത്, കൃഷിന്റെ അസാന്നിധ്യം ഇവിടെ ആരും അറിയരുത്, കൃഷിന്റെ വീട്ടുകാരുൾപ്പെടെ കൃഷിന്റെ അസാന്നിധ്യം അറിയരുത്, കൃഷി വല്ല മീറ്റിങ്ങിലും പോയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ടോ ഓക്കെ സാർ, ഞാൻ അങ്ങനെ തന്നെ പറയാമെന്ന് പറയുകയാണ്. ദേവ്ജി വീണ്ടും ഹരിയോട് പറയാണ് 2 ദിവസം കഴിഞ്ഞിട്ട് എന്താ പ്രശ്നമെന്നൊക്കെ ഹരിയോട് പറയാമെന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് ഇറ്റ്സ് ഓക്കെ സാർ, എനിക്കറിയാം എന്തെങ്കിലും കാര്യമായി പ്രശ്നമുണ്ടാവാതെ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ മഹി ഹരിയോട് പറയുന്നുണ്ട് പിന്നെ ഹരി, മാനസ ചിലപ്പോൾ കൃഷിനെ അന്വേഷിച്ചിട്ട് വന്നേക്കാം, അപ്പോൾ MD സാർ മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞാൽ മതി, ഡിസൈനേഴ്സിനോടും അങ്ങനെയൊന്നും പറയെന്ന് പറയുമ്പോൾ ഹരി ഓക്കെ സാർ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഹരി പോവുകയാണ്. അതിനുശേഷം കൺമണി കൃഷിനെ കാണാൻ ജയിലിലേക്ക് എത്തുകയാണ്. ഭാഗ്യശ്രീ കൊടുത്ത ജാമ്യ പേപ്പറിൽ ഒപ്പുവാങ്ങാൻ വേണ്ടിയിട്ടാണ് കൃഷിനെ കാണാനായിട്ട് കൺമണി ജയിലിലേക്ക് വരുന്നത്. കൃഷിനെ കാണാൻ ഒരു വിസിറ്റർ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ കൃഷി സെല്ലിൽ നിന്നും വേഗം എത്തുന്നുണ്ട്. കൺമണിയെ കാണുന്ന കൃഷിനാണെങ്കിൽ വളരെ സന്തോഷമുണ്ട്, കൺമണിക്കും തിരിച്ച് അങ്ങനെ തന്നെയാണ്. കൺമണി കൃഷിനെ
കൃഷിനെ കാണുമ്പോൾ കരയുന്നുണ്ട്. കൺമണിയെ കാണുന്നതും കൃഷ് കൺമണി എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. കൺമണിയും അപ്പോൾ കൃഷിനെ സാർ എന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് കൺമണി കൃഷിന്റെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൃഷി പറയാണ്, കൺമണി കരയല്ലേ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയോട് കൃഷി പറയണേ, സാർ ഈ ഡോറൊന്ന് തുറന്നു തരുമോ, എൻ്റെ ഭാര്യയാണിത് എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ കൃഷി വീണ്ടും പറയാണ് പ്ലീസ് സാർ എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി കൃഷിനോട് പറയുന്നുണ്ട്, നീ എൻ്റെ പണി കളയോ, ശരി തുറന്നു തരാം എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. വാതിൽ തുറക്കുന്നതും കൺമണി ഉള്ളിലേക്ക് കൃഷിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് കൃഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. കൃഷിയും കൺമണിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം കൺമണി കരച്ചിൽ നിർത്താതെ വരുമ്പോൾ കൃഷി കൺമണിയോട് പറയാണ്, കൺമണി നീ കരയല്ലേ, നീ എന്നെ കൂടി കരയിപ്പിക്കും, അതുകൊണ്ട് നീ കരയണ്ട എന്ന് പറഞ്ഞിട്ട് കൺമണിയെ കൃഷി ആശ്വസിപ്പിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന സെക്യൂരിറ്റി കൃഷിനോടും കൺമണിയോടും പറയുകയാണ്, വികാര പ്രകടനമെല്ലാം അങ്ങ് മാറി നിന്നിട്ട് മതി എന്ന് പറയുമ്പോൾ കൃഷിയും കൺമണിയും അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. എന്നിട്ട് കൃഷി കൺമണിയോട് പറയുകയാണ്, ഉടനെ തന്നെ മുൻകൂർ ജാമ്യം കിട്ടും, ഞാൻ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങും, ഞാനിവിടെ ഒരു റിമാൻഡ് തടവുകാരൻ മാത്രമാണ് കൺമണി, അതുകൊണ്ട് നീ പേടിക്കണ്ട എന്ന് പറയുമ്പോൾ കൺമണി കരഞ്ഞുകൊണ്ട് കൃഷിനോട് പറയാണ്, എനിക്ക് വേണ്ടിയിട്ടാണല്ലോ സാറിന്റെ ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കി കളഞ്ഞ്. അലിഗയിലെ MD ആവശ്യപ്പെടുന്ന സാധനങ്ങളെല്ലാം എല്ലാ സൗകര്യങ്ങളോടുകൂടി അപ്പോൾ തന്നെ മുന്നിലെത്തും. എന്നിട്ടിപ്പോഴോ ആ അലിഗയിലെ MD തടവറയിലും, അത് റിമാൻഡ് പ്രതിയോ എന്ത് പ്രതിയും ആയിക്കോട്ടെ സാർ, പക്ഷേ ജയിലിൽ തന്നെയല്ലേ സാറ് കിടക്കുന്നത് എന്നൊക്കെ കൺമണി പറയുമ്പോൾ കൃഷി പറയാണ്, കൺമണി നീ അന്ന് പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ, പ്രണയത്തിന് വേണ്ടിയിട്ട് സിംഹാസനവും അധികാരവും എല്ലാം ഉപേക്ഷിച്ചവരുണ്ടെന്ന്. അങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്ക് കൺമണി, പ്രണയത്തിന് വേണ്ടിയിട്ട് കാലാഗ്രഹത്തിൽ എനിക്കിപ്പോ ശരിക്കും പറഞ്ഞ ഒരു ആവേശമാണ് തോന്നുന്നത് എന്ന് കൃഷി പറയുന്ന സമയത്ത് കൺമണിക്കൊന്നും മനസ്സിലാവാതെ കൺമണി കൃഷിനോട് ചോദിക്കുന്നുണ്ട്, സാർ ഇത് എന്തൊക്കെയായി പറയുന്നത് എന്ന്. അപ്പോൾ കൃഷി പറയാണ്, അത്രയുള്ളൂ കൺമണി, ജയിൽ പ്രണയം അത് ഒന്നുകൂടി ഇവിടെ വെച്ച് കൂടാൻ പോവാണ്, ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല സാർ, വെറുതെ ആ വരുണിനെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു, എന്നാൽ പിന്നെ സാറിന് ഈ ഗതികേടൊന്നും വരില്ലായിരുന്നു എന്ന് പറയുമ്പോൾ കൃഷി പറയുകയാണ്, കൺമണി നീ ഒരു കാര്യം മനസ്സിലാക്ക്, ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്, എനിക്കിപ്പോൾ ഭയങ്കര ത്രില്ലാണ്. ഒന്നാമത് നമ്മൾ തമ്മിലുള്ള പ്രണയം എല്ലാവരും അറിഞ്ഞു, ഇനിയിപ്പോൾ ആരെയൊന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. രണ്ടാമത് എന്തെന്ന് വെച്ചാൽ പോലീസ് എന്നല്ല, ഇനി ആര് വന്നാലും എനിക്ക് പേടിയില്ലെന്നുള്ള കാര്യം വരുണിന് മനസ്സിലായിട്ടുണ്ട്. അതുമാത്രമല്ല കേട്ടോ, ഇനിയിപ്പോൾ 19 വർഷങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാലോ, നിങ്ങളുടെ അമ്മയെ കെട്ടാൻ വേണ്ടിയിട്ട് ജയിലിൽ വരെ കയറിയവനാണ് ഞാനെന്ന്. എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് വരുണിന്റെ ശല്യം ഉണ്ടാവില്ല, അവനൊന്ന് എണീക്കാൻ കുറെ കഷ്ടപ്പെടും, അവനിനി കൺമണിയുടെ അടുത്ത് വരാൻ ഇനി കുറച്ച് പേടിക്കും. അപ്പോഴേക്കും അമ്മയും അച്ഛനെല്ലാം ജർമ്മനിയിൽ നിന്ന് വരും. ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഇതിനെല്ലാം ഒരു തീരുമാനമുണ്ടാവും. അതുമാത്രമല്ല കൺമണി, നിന്നോട് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ജയിലിൽ എന്റെ സഹതടവുകാരൻ ആരാണെന്ന് നിനക്ക് അറിയാവോ? അത് നമ്മുടെ ബലരാമനാണ്. അത് പറയുമ്പോൾ കൺമണി ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ കൃഷി പറയാണ്, പേടിക്കണ്ട കൺമണി, അവൻ എന്നെ പേടിയാണ്, ഇപ്പൊ പിന്നെ അവൻ എന്റെ സ്വന്തം എന്ന പേരിലാണ് പെരുമാറ്റമൊക്കെ. കൺമണി എന്തായാലും പേടിക്കാതിരിക്കെ, ഞാൻ 15 ദിവസത്തെ റിമാൻഡിലാണ്, അപ്പോഴേക്കും മഹി ജാമ്യം എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, സാർ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് നോക്ക് സാറിന്റെ ജാമ്യ പേപ്പറാണ്, സാർ ഇതിലൊന്ന് എനിക്ക് സൈൻ ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ കൃഷിന് വളരെ സന്തോഷമാവുന്നുണ്ട്. കൃഷി എന്നിട്ട് ആ പേപ്പറിൽ കൺമണിക്ക് സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൃഷി കൺമണിയോട് ചോദിക്കുന്നുണ്ട്, ആരാ വക്കീൽ, വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, ഇല്ല വന്നിട്ടില്ല, അതെല്ലാം ഞാൻ ഏൽപ്പിച്ചോളാം എന്ന് പറയുമ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട് കൺമണിയോട്, ഇനിയിപ്പോൾ കൺമണി തന്നെയാണോ വക്കീല്, എൻ്റെ സൂപ്പർ കൺമണിയല്ലേ നീ, ചിലപ്പോൾ നീ തന്നെ എനിക്ക് വേണ്ടി വാദിച്ചേക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, ഇല്ല സാർ, ഞാൻ എന്തായാലും സാറിനെ പുറത്തിറക്കും, സാറ് പറഞ്ഞല്ലോ എനിക്ക് വേണ്ടിയാണ് സാർ ജയിൽ കിടന്നതെന്ന് കുട്ടികളോട് പറയുമെന്ന്. എന്നാൽ ഞാൻ പറയാൻ പോകുന്ന കഥ എന്തെന്ന് വെച്ചാൽ, ജയിൽ
ജയിലിലേക്കിടുന്ന സാറിനെ പുറത്തിറക്കിയത് ഞാനാണെന്ന് ആയിരിക്കും. എനിക്ക് വേണ്ടിയാണ് സാർ ജീവിക്കുന്നതെങ്കിൽ സാറ് ഇവിടെയല്ല കഴിയേണ്ടത്, എൻ്റെ കൂടെയാണ് കഴിയേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്തായാലും സാറിനെ പുറത്തിറക്കും. വരുൺ എന്തായാലും ഇനി എൻ്റെ അടുത്ത് വരാൻ ഒന്ന് പേടിക്കും. കാരണം എനിക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഒരാളെ എൻ്റെ കൂടെ ഉണ്ടല്ലോ. എനിക്കെന്തോ സാറിനെ ഇപ്പോൾ കണ്ടപ്പോൾ വല്ലാത്തൊരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേടിയൊക്കെ എവിടെയോ പോയതുപോലെ. ഞാനും ഇപ്പോൾ ഒരു ത്രില്ലിലാണ്, സാറിനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ത്രില്ലിൽ എന്ന് കൺമണി പറയുമ്പോൾ കൃഷ്ണന് വളരെ സന്തോഷമാവുന്നുണ്ട്. കൃഷ് കൺമണിയെ കെട്ടിപ്പിടിക്കുകയാണ്. കൺമണിയും കൃഷ്ണനെ അപ്പോൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം ജയിലിൽ വെച്ച് ബലരാമനെയും ഭാഗ്യശ്രീയെയും കാണിക്കുകയാണ്. ബലരാമൻ ഭാഗ്യശ്രീയോട് ചോദിക്കുകയാണ്, കൺമണിയോട് കൃഷ് ചോദിക്കില്ലേ ആരാ വക്കീല് എന്താന്നൊക്കെ. അപ്പോൾ അവൾ എന്ത് പറയുമെന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പറയാണ്, അതെല്ലാം ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കൺമണിയോട്, ഏട്ടൻ എന്തായാലും പേടിക്കണ്ട എന്ന് പറയുമ്പോൾ ബലരാമൻ വീണ്ടും ഭാഗ്യശ്രീയോട് ചോദിക്കുകയാണ്, കൺമണിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമൊക്കെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, ഏട്ടൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, ഞാനെല്ലാം കൺമണിയോട് പറഞ്ഞിട്ടുണ്ട്, ഏട്ടൻ ധൈര്യമായി ഇരിക്കേ എന്ന് പറയുമ്പോൾ ബലരാമൻ പറയാണ്, കൺമണി എന്തായാലും ഒരു നല്ല കുട്ടിയാണ്, ഞാൻ എത്ര കാലം വേണമെങ്കിലും ഈ ജയിലിൽ കിടന്നോട്ടെ, പക്ഷേ എൻ്റെ അനിയൻ കൃഷ് ഇവിടെ നിന്നും പുറത്തിറങ്ങണം. പിന്നൊരു കാര്യം, കൃഷിനെ ജാമ്യത്തിൽ ഇറക്കുന്നത് നീയാണെന്ന് അമ്മയും എല്ലാവരും അറിയും, നീ വീട്ടിൽ പോയാൽ ഒരു പുകില് തന്നെ നടക്കുമെന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, ഏട്ടൻ അതിനെക്കുറിച്ച് പേടിക്കണ്ട, കാരണം ഞാൻ അമ്മയെ പേടിച്ചു ഒരിക്കലും ജീവിക്കില്ല. ഏട്ടനൊരു കാര്യം അറിയോ, സാഗറോ കൃഷോ ഒന്നുമല്ല ഏട്ടനെ ഇവിടെ എത്തിച്ചത്, നമ്മുടെ അമ്മയാണ്. ഏട്ടൻ ഇനിയും അത് മനസ്സിലായിട്ടില്ല, അതാണ് കഷ്ടമെന്ന് ഭാഗ്യശ്രീ പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി വരികയാണ്. ബലരാമനെ കാണുമ്പോൾ കൺമണി ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ഭാഗ്യശ്രീ കൺമണിയോട് ചോദിക്കുന്നുണ്ട്, കൺമണി പേപ്പറിലെല്ലാം സൈൻ വാങ്ങിച്ചു എന്ന് ചോദിക്കുമ്പോൾ കൺമണി വാങ്ങിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് ഭാഗ്യശ്രീ പേപ്പറൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടി ഇതിൽ പൂരിപ്പിക്കാനുണ്ട്, അതെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറയാണ്. അപ്പോൾ കൺമണി ഭാഗ്യശ്രീയോട് പറയാണ്, എൻ്റെ കൃഷ് സാറിനെ ചതിക്കരുത്, സാറിനെ ജാമ്യത്തിൽ ഇറക്കണം, അതിൻ്റെ അപേക്ഷയാണ് എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, കൺമണി നീ ഏട്ടനെ ഇങ്ങനെ പേടിക്കണ്ട, ഏട്ടനൊരു പാവമാണ് എന്ന് പറയുമ്പോൾ ബലരാമൻ കൺമണിയോട് പറയാണ്, കൺമണി നീ പേടിക്കണ്ട, ഞാൻ കൃഷിന് ഒന്നും ചെയ്യില്ല, അവൻ എൻ്റെ അനിയനാണ്, അവൻ എന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ തന്നെ ഞാൻ അവനെ തിരിച്ചു ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വീണ്ടും കൺമണിയും ഭാഗ്യശ്രീയും പോവാൻ നിൽക്കുമ്പോൾ കൺമണി ബലരാമനോട് പറയാണ്, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ വീണ്ടും പറയാണ്, കൃഷ് സാറിനെ ഒന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ ബലരാമൻ പറയാണ്, എന്നെ ഒന്ന് വിശ്വസിക്ക് കൺമണി, ഞാൻ കൃഷിനെ ഒന്നും ചെയ്യില്ല, അവൻ എൻ്റെ അനിയനാണ് എന്ന് ബലരാമൻ പറയാണ്. അതിനുശേഷം കൺമണിയും ഭാഗ്യശ്രീയും പോകുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ബലരാമൻ്റെ അടുത്തേക്ക് സഹദേവൻ പോലീസ് എത്തുന്നത്. സഹദേവൻ ബലരാമനോട് ഓ ഇപ്പോൾ കൃഷും നീയും ഒന്നായോ എന്ന് ചോദിക്കുമ്പോൾ ബലരാമന് സഹദേവനോട് ദേഷ്യമുണ്ട്. കാരണം സുമിത്രയെ വിളിച്ചിട്ട് കൃഷിനെ ജാമ്യത്തിൽ ഇറക്കാൻ പോകുന്ന കാര്യം സഹദേവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബലരാമൻ സഹദേവനോട് പറയുകയാണ്, സഹദേവ ഒരു മിനിറ്റ് ഒന്ന് വരുമോ എന്ന് ചോദിച്ചിട്ട് സഹദേവനെ ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് സഹദേവൻ്റെ ചെകിടത്തേക്ക് ഒരു അടി കൊടുക്കുകയാണ്. എന്നിട്ട് സഹദേവനോട് ബലരാമൻ പറയുന്നുണ്ട്, തെമ്മാടിത്തരം കാണിച്ചിട്ട് കിടന്ന് അഭിനയിക്കുന്നോ, മര്യാദയ്ക്കിരുന്നോ നീ, ഭാഗ്യശ്രീയുടെ കാര്യം ആരാണ് അമ്മയെ വിളിച്ച് പറഞ്ഞത്, ഇനി എന്തെങ്കിലും അങ്ങനെ ചെയ്താൽ നിന്നെ തീർക്കും ഞാൻ, എനിക്കതിനൊരു പേടിയുമില്ല, പിന്നെ നിന്റെ കുട്ടികൾക്ക് അച്ഛനില്ലാതെ വരും ഓർത്തോ എന്ന് പറഞ്ഞിട്ട് ബലരാമൻ പോവുകയാണ്. അതിനുശേഷം മാനസ അലിഗയിലേക്ക് എത്തുകയാണ്. എന്നിട്ട് സ്റ്റാഫുകളോട് എല്ലാവരോടും കൃഷ് സാർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സ്റ്റാഫുകൾ എല്ലാവരും പറയുന്നുണ്ട്, കൃഷ് സാറ് ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണ്. എവിടെയാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, RK നഗറിലേക്കാണ് പോയത്, ക്ലൈൻ മീറ്റിങ്ങിലാണ്, അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാനസ സ്റ്റാഫുകളോട്, ഓ ദൃശ്യം സിനിമ പോലെ എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണല്ലേ, എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മഹി വരികയാണ്. മഹി എന്താ GM ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ മാനസ മഹിയോട് ചോദിക്കുന്നുണ്ട്, കൃഷ് എവിടെ, കൺമണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, കൃഷിനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, മാനസ് ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത്, കൺമണിയുടെ വിവാഹമാണെന്ന്, കൃഷിയാണെങ്കിൽ ഒരു മീറ്റിങ്ങിനും പോയിരിക്കുകയാണ്, കൃഷിനെ
കുറിച്ചും കൺമണിയെക്കുറിച്ചും ഇങ്ങനെ ഒരു തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കരുത് മാനസ എന്ന് മഹി പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് എന്നെ ഒരു മണ്ടിയാക്കാൻ നോക്കുകയാണെന്ന് എനിക്കറിയാം, എന്തായാലും നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് മാനസ പോവുകയാണ്. അതിനുശേഷം അമ്മായിമാരെ 3 പേരെയും കാണിക്കുകയാണ്. കൺമണിയുടെ വിവാഹം മുടങ്ങിയതോടെ അമ്മായിമാർക്ക് 101 പവൻ കിട്ടുന്നതും മുടങ്ങിപ്പോയി, കൃഷ് സാറിന്റെ സ്വർണ്ണക്കനി കിട്ടുന്നതും മുടങ്ങിപ്പോയി. ഇപ്പോൾ ഒന്നൊന്നും കിട്ടാതെയായപ്പോൾ അമ്മായിമാര് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അമ്മായിമാര് പറയാണ്, ആ കൺമണിയെ വരുണിന്റെ കൂടെ ചേർത്ത് വെക്കാൻ നോക്കിയതിന് നമുക്ക് കിട്ടിയ പണിയാണ് ഇത്. പിന്നെ ആ 101 പവൻ വാങ്ങാൻ എന്തായാലും വരുൺ വരും. ധനലക്ഷ്മിയുടെ അത്യാഗ്രഹത്തിന് ഇത് തന്നെ വേണമെന്ന് പറയുമ്പോൾ ധനലക്ഷ്മി അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അമ്മായിമാരോട് ദേഷ്യപ്പെടുകയാണ്, ഞാൻ എന്തായാലും വരുണിന് 101 പവൻ തിരിച്ചു കൊടുത്തോളാം, പക്ഷെ നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറായിക്കോ എന്ന് പറയുമ്പോൾ അമ്മായിമാര് എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ധനലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങളുടെ ഏട്ടനുണ്ടല്ലോ, അയാള് ഈ വീട് വരുണിന് എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അമ്മായിമാര് നീ ഇതെന്തൊക്കെയാ പറയുന്നത്, വെറുതെ ആവശ്യമില്ലാത്തത് പറയണ്ട എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയാണ്, നിങ്ങളുടെ ഏട്ടൻ അപ്പുറത്തിരിക്കുന്നുണ്ട്, നിങ്ങൾ പോയി ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മായിമാര് ശ്രീനിവാസന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതേസമയം ശ്രീനിവാസന്റെ അടുത്തേക്ക് കൺമണി വരികയാണ്. എന്നിട്ട് കൺമണിയോട് ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, കൃഷ് സാറിന്റെ കാര്യം എന്തായി മോളെ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, സാറിനെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അച്ഛ, എന്തായാലും ഞാൻ ജാമ്യത്തിൽ ഇറക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയാണ്, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, അദ്ദേഹം ജയിലിൽ കിടക്കേണ്ട ആളല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അമ്മായിമാര് വരികയാണ്. എന്നിട്ട് ശ്രീനിവാസനോട് ചോദിക്കാണ്, ഏട്ടാ ഈ വീട് ഏട്ടൻ വരുണിന്റെ പേരിൽ എഴുതി കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, അമ്മായിമാര് അറിഞ്ഞതെല്ലാം സത്യമാണ്, പക്ഷേ അച്ഛൻ എഴുതി കൊടുത്തതല്ല, മനോജേട്ടൻ അച്ഛനെ പറഞ്ഞ് നിർബന്ധിച്ച് അച്ഛൻ അങ്ങനെ എഴുതി കൊടുത്തതാണ്, മനോജേട്ടനാണ് നമ്മളെ ചതിച്ചത്. എന്തായാലും അമ്മായിമാര് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾക്ക് എന്തായാലും ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വരില്ല, ഞാനുള്ളപ്പോൾ എന്തായാലും അങ്ങനെ സംഭവിക്കില്ല, നമുക്ക് ഇവിടെ തന്നെ കഴിയാമെന്നൊക്കെ പറയുമ്പോൾ അമ്മായിമാര് പറയുന്നുണ്ട്, നീ എങ്ങനെ ഈ വീട് തിരിച്ചു പിടിക്കുമെന്ന, കൃഷ് സാറാണെങ്കിൽ ഇപ്പോൾ ജയിലിലാണ്, ആകെയുള്ളത് സാറിൻ്റെ ഒരു സഹായമായിരുന്നു, ഇനിയിപ്പോൾ അതും പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ധനലക്ഷ്മിയെ കാണിക്കുന്നുണ്ട്. ധനലക്ഷ്മിക്ക് ആകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.